സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആൽബർട്ട് ഷ്വൈറ്റ്സർ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അരികത്തായിട്ട് ഒരു വൃദ്ധൻ ഇരിപ്പുണ്ടായിരുന്നു. ആ വൃദ്ധൻ ഇരിക്കുന്നതിന്റെ അഭിമുഖമായി ഒരു യുവാവും ഇരിപ്പുണ്ടായിരുന്നു. വൃദ്ധന്റെ മുഖത്ത് ആകുലതയും ഉത്കണ്ഠയും കരിനിഴൽ വീഴ്ത്തിയിരുന്നു. അദ്ദേഹം വളരെ പരിഭ്രമത്തോടുകൂടി ആ ട്രെയിനിന്റെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: പട്ടണത്തിൽ എത്തും മുൻപ് രാത്രിയാകുമെന്ന് തോന്നുന്നു. ഇത് കേട്ട് അഭിമുഖമായിരുന്ന യുവാവും പറഞ്ഞു: ഞാനും അതിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് ആ വൃദ്ധൻ ഇപ്രകാരം പറഞ്ഞു: എന്റെ മകൻ പട്ടണത്തിലെ ആശുപത്രിയിൽ അസുഖം ബാധിച്ച് ചികിത്സയിലായിരുന്നു. അവന്റെ രോഗം മൂർച്ഛിച്ചിരിക്കുന്നു എന്ന അറിയിപ്പ് കിട്ടിയത് കൊണ്ടാണ് ഈ വൈകിയ വേളയിൽ ഞാൻ പട്ടണത്തിലേക്ക് പുറപ്പെട്ടത്. എനിക്കാണെങ്കിൽ പട്ടണത്തെക്കുറിച്ച് വലിയ അറിവില്ല, ആശുപത്രി എവിടെയാണെന്ന് ഒരു ധാരണയുമില്ല. മകൻ മരിക്കും മുൻപ് അവനെ അവസാനമായി ഒന്ന് കാണാൻ കഴിയുമോ എന്നുള്ള വേദനയാണ് എൻ്റെ മനസ്സിൽ മുഴുവൻ. ഇത് കേട്ട് യുവാവ് പറഞ്ഞു: എനിക്ക് ആ പട്ടണത്തെക്കുറിച്ച് നല്ല അറിവുണ്ട്, ആശുപത്രി എവിടെയാണെന്നും അറിയാം. ഞാൻ താങ്കളെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഞാൻ മറ്റൊരു വണ്ടിയിൽ കയറി എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയിക്കൊള്ളാം. തുടർന്ന് സ്റ്റേഷൻ എത്തിയപ്പോൾ ആ യുവാവും വൃദ്ധനും ഒരുമിച്ച് ഇറങ്ങിപ്പോകുന്ന മനോഹരമായ കാഴ്ച ഷ്വൈറ്റ്സർ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനെയാണ് അദ്ദേഹം ഒരാളുടെ രണ്ടാമത്തെ ജോലി എന്ന് വിശേഷിപ്പിച്ചത്. ആ യുവാവിന്റെ സ്ഥാനത്ത് നമുക്കാണ് ഇതുപോലൊരു അവസരം ഉണ്ടായാൽ ആ രണ്ടാമത്തെ ജോലി ഏറ്റെടുക്കാൻ സന്തോഷത്തോടെ നിങ്ങൾ തയ്യാറാകുമോ? താങ്ക് യു.